Hi everyone, welcome you all for the question paper discussion of Great Indian Battle 11. ഇപ്പോൾ GIB ലെവലിലെ ബോട്ടണിയുടെ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ സെക്ഷൻ എ. നമുക്ക് 35 ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ എയിൽ. ആ 35 ക്വസ്റ്റ്യൻസും കമ്പൾസറി ആണ് എന്ന് നിങ്ങൾക്കറിയാം. ലെറ്റ്സ് ഹാവ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മക്കളെ, ആദ്യത്തെ ചോദ്യം നോക്കാം. ഫോട്ടോ റെസ്പിറേഷനെ വിളിക്കുന്ന മറ്റൊരു പേര്. ഇപ്പോൾ ഫോട്ടോ റെസ്പിറേഷനെ വിളിക്കുന്ന മറ്റൊരു പേര് എന്താ എന്ന് ചോദിച്ചാൽ അത് C2 സൈക്കിളാണ്. അതിൻ്റെ കാരണം എന്താ? ഫസ്റ്റ് ഫോം ചെയ്യുന്ന കോമ്പൗണ്ടിൻ്റെ കാർബൺ ആറ്റം ഒരു 2 കാർബൺ ആണ്. അത് നമുക്കറിയാം, അത് ഗ്ലൈക്കോളിക് ആസിഡാണ്. അപ്പോൾ ഗ്ലൈക്കോളേറ്റ്, ഓക്കെ, അല്ലെങ്കിൽ ഗ്ലൈക്കോളേറ്റ്. അപ്പോൾ ഗ്ലൈക്കോളേറ്റ് എന്ന് പറയുന്നത് 2 കാർബൺ ആണ്. അതുകൊണ്ടാണ് ഇതിന് C2 സൈക്കിൾ. മക്കളെ, വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഇൻകറക്റ്റ് അബൌട്ട് ദ ലൈറ്റ് റിയാക്ഷൻ ഓഫ് ഫോട്ടോസിന്തസിസ്? ലൈറ്റ് റിയാക്ഷൻ്റെ കേസിൽ ഇൻകറക്റ്റാണ് ചോദിക്കുന്നത്. അപ്പം നോക്കുക, P680 P700 റിയാക്ഷൻ സെൻറ്റർ ഓഫ് PS1. അത് തെറ്റല്ലേ മക്കളെ? P680 എപ്പോഴും PS1-ലും, അതേപോലെ തന്നെ PS2 700, PS1 700-ഉം PS2 അല്ലേ 680 വരിക. ഇവിടെ P680 PS1-ലല്ലേ പറയുന്നത്. അപ്പോൾ ഇത് തെറ്റല്ലേ മക്കളെ? ഇത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആയ സ്ഥിതിക്ക് രണ്ടാമത്തേൽ ആദ്യം തന്നെ കറക്റ്റ് അല്ലേ? യെസ്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കുക മക്കളെ. 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഗിവൺ ബിലോ 2 സ്റ്റേറ്റ്മെൻറ്റ്സ്. നോക്കാം. അതിൽ അസേർഷൻ നോക്കുക. 12 മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് 24 NADPH-ഉം 36 ATP-യും കറക്റ്റാണല്ലോ മക്കളെ. കാരണം എന്താ? 6 കാർബൺ ഡൈ ഓക്സൈഡ് ആകുമ്പം എത്ര? 12 NADPH-ഉം അതേപോലെ തന്നെ 18 ATP-യും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പം 12 കാർബൺ ഡൈ ഓക്സൈഡ് ആകുമ്പം അതിൻ്റെ ഇരട്ടിയല്ലേ? അപ്പോൾ അത് കറക്റ്റ് അല്ലേ മക്കളെ? എസേർഷൻ കറക്റ്റാണ്. റീസൺ നോക്കും മക്കളെ. ഡാർക്ക് റിയാക്ഷൻ റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഗ്ലൂക്കോസ് വരേണ്ടത് ATP NADP അല്ല. അപ്പോൾ എസേർഷൻ കറക്റ്റാണ്. റീസൺ ഫോൾസ് അല്ലേ മക്കളെ? അപ്പം മൂന്നാമത്തതല്ലേ കറക്റ്റ് ആൻസർ? യെസ്. ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കയറാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് C4 പ്ലാന്റ്സ്? നോക്കാം. അവർക്കൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലീഫ് അനാറ്റമി ഉണ്ട്, ക്രാൻസ് അനാറ്റമി. അവർക്ക് ഹൈ ടെമ്പറേച്ചർ ടോളറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, വിത്ത്സ്റ്റാൻഡ് ഹൈ ലൈറ്റ് ഡെൻസിറ്റി, അതും കറക്റ്റാണ്. അവർക്ക് ഫോട്ടോ റെസ്പിറേഷനില്ല, ഹയർ പ്രൊഡക്ടിവിറ്റി, എല്ലാം കറക്റ്റാണ്. സോ 1, 2, 3 ആർ കറക്റ്റ്. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അഞ്ചാമത്തെ ചോദ്യം നോക്കാം മക്കളെ. സ്ട്രോമ ലാമല്ല. അപ്പോൾ നമ്മൾ ക്ലോറോപ്ലാസ്റ്റ് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടറിയാം ഈ പറയുന്നത് ഗ്രാന ലാമല്ലയാണെന്നും അതേപോലെ തന്നെ ഈ കൊടുത്തിരിക്കുന്നത് സ്ട്രോമ ലാമല്ലേ. ഈ സ്ട്രോമ ലാമല്ലയിലാണ് എന്തുണ്ടാവുക? PS2-ൻ്റെ പൊസിഷൻ അതോ PS1-ൻ്റെയോ? PS1-ൻ്റെ പൊസിഷൻ അല്ലേ? PS2-ൻ്റെ പൊസിഷൻ ഗ്രാന ലാമല്ലയിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളെ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഏതാ നോക്ക്. ലാക്സ് PS2 കറക്റ്റ് അല്ലേ മക്കളെ? ലാക്സ് PS2 അല്ലേ? അവിടെ PS2 ഇല്ലല്ലോ, അപ്പോൾ അത് കറക്റ്റാണ്. ലാക്സ് PS2 ബട്ട് ഹാസ് NADP റിഡക്റ്റേസ് എൻസൈം. ഇല്ല, അവർക്ക് PS2 ഇല്ല, NADP-നെ റിഡക്റ്റ് ചെയ്യുന്ന റിഡക്റ്റേസ് എൻസൈമും അവിടെ കാണില്ല. ഓക്കെ, PS2 ഉള്ള സ്ഥലത്തേ അത് ഉണ്ടാവുള്ളൂ. അപ്പോൾ മക്കളെ 1 അല്ലേ കറക്റ്റ് ആൻസർ? യെസ്. ആറാമത്തെ ചോദ്യം നോക്കാം മക്കളെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഇൻകറക്റ്റ്? തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് മക്കളെ. റുബിസ്കോ എന്ന് പറയുന്നത് 2 ഫങ്ഷൻ ചെയ്യും ഒരേ സമയം കാർബോക്സിലേസും ഒരേ സമയം ഓക്സിജനേസ് ആക്ടിവിറ്റി, അത് കറക്റ്റാണ്. അടുത്ത് നോക്കാം മക്കളെ. C4 പ്ലാന്റ്സിൽ റുബിസ്കോ എപ്പോഴും മീസോഫിലിലാണ് കാണുക. തെറ്റ്. എപ്പോഴും C4-ൽ അത് ബണ്ടിൽ ഷീത്തിലാണ് കാണുക. ആ ബണ്ടിൽ ഷീത്തിൽ കാണുന്നതുകൊണ്ടാണ് മക്കളെ ഗ്ലൂക്കോസിൻ്റെ പ്രൊഡക്ഷൻ ബണ്ടിൽ ഷീത്തിൽ നടക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഗോസ് ടു 2, കാരണം രണ്ടാമത്താണ് തെറ്റായ ഓപ്ഷൻ. ഏഴാമത്തെ ചോദ്യം നോക്കുക മക്കളെ. ട്രാൻസ്ഫോർമേഷനിൽ മൈക്രോ പാർട്ടിക്കിൾസിനെ DNA വെച്ച് കോട്ട് ചെയ്യും, എന്നിട്ട് നമ്മൾ റീകോംബിനൻ്റ് DNA ട്രാൻസ്ഫറിലെ സഹായിക്കും. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്നത് എന്തുപയോഗിച്ചിട്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചാണ്. കോട്ടഡ് വിത്ത് DNA എന്തുകൊണ്ടാണ് കോട്ട് ചെയ്യുന്നത്? ഗോൾഡ് അല്ലെങ്കിൽ ടങ്സ്റ്റൺ ഉപയോഗിച്ചിട്ടാണ്. ശരിയല്ലേ? അപ്പം മൈക്രോ പാർട്ടിക്കിൾസ് കോട്ടഡ് വിത്ത് DNA. അപ്പോൾ ഗോൾഡ് അല്ലെങ്കിൽ ടങ്സ്റ്റൺ പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ അതാണ് DNA വെച്ച് കോട്ട് ചെയ്യുക.
എന്നിട്ടല്ലേ ഹോസ്റ്റ് സെൽസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ബൊമ്പാഡ് ചെയ്യുന്നത്. ഈ പ്രോസസ്സല്ലേ ബയോലിസ്റ്റിക്സ് എന്ന് പറയുന്നത്. യെസ്. ഈ എട്ടാമത്തെ ചോദ്യം നോക്കാം മക്കളെ. എട്ടാമത്തത്, വാട്ട് ഈസ് ദ ക്രൈറ്റീരിയ ഫോർ DNA ഫ്രാഗ്മെൻറ്റ്സ് ഓൺ അഗാറോസ് ജെൽ? ക്രൈറ്റീരിയ ആണ് ചോദിക്കുന്നത്. സ്മോളർ ദ ഫ്രാഗ്മെൻറ്റ് ഫാർദർ ഇറ്റ് മൂവ്സ്. കറക്റ്റ് അല്ലേ മക്കളെ? അപ്പോൾ നമ്മൾ ഈ പറയുന്ന ജെൽ ഇലക്ട്രോഫോറസിസിൽ തടിച്ച ഫ്രാഗ്മെൻറ്റ്സ് ഒക്കെ അവിടെ തന്നെ നിൽക്കും, ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് ഒക്കെ ദൂരേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ തന്നെ കറക്റ്റ് അല്ലേ മക്കളെ? അപ്പോൾ പിന്നെ വേറൊരു ക്രൈറ്റീരിയ നമ്മൾ നോക്കണ്ടല്ലോ. ഓക്കെ, അടുത്ത് നോക്കുക. DNA ഫ്രാഗ്മെൻറ്റ്സ് സെപ്പറേറ്റഡ് ഓൺ അഗാറോസ് ജെൽ ക്യാൻ ബി വിഷ്വലൈസ്ഡ് ആഫ്റ്റർ സ്റ്റെയിനിങ് വിത്ത്. അപ്പോൾ അഗാറോസിൽ ഉപയോഗിക്കുന്ന സ്റ്റെയിനിൻ്റെ പേര് ഏതാണെന്ന് ചോദിച്ചാൽ എത്തിഡിയം ബ്രോമൈഡ് അല്ലേ? യെസ്. പത്താമത്തെ ചോദ്യം നോക്കാം മക്കളെ. ഒരു ഫോറിൻ DNA ആൻഡ് പ്ലാസ്മിഡ് കട്ട് ബൈ ദ സെയിം റിസ്ട്രിക്ഷൻ എൻസൈം ക്യാൻ ബി ജോയിൻറ്റ്. മക്കളെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. DNA ഫ്രാഗ്മെൻറ്റ്സ് ജോയിൻ ചെയ്യിക്കാൻ സഹായിക്കുന്ന എൻസൈമിൻ്റെ പേര് ലിഗേസ് അല്ലേ മക്കളെ? യെസ്. 11ാമത്തെ ചോദ്യം ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. പ്ലാസൻറ്റേഷൻ മാർക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ബേസൽ പ്ലാസൻറ്റേഷൻ നോക്കാം. ബേസൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത് ഏതാ മക്കളെ? ബേസൽ ആരുടെ പ്ലാസൻറ്റേഷനാ? സൺഫ്ലവറിൻ്റെ അല്ലേ? അപ്പോൾ A4 ആണ്. ഓക്കെ, ആക്സിയൽ പ്ലാസൻറ്റേഷൻ ആരുടെയാ? ചൈന റോസിൻ്റെ. അപ്പോൾ B2 ആണ്. പെരൈറ്റൽ ആരുടെയാ മക്കളെ? മസ്റ്റാർഡ്. അപ്പോൾ C1 ആണ്. ഫ്രീ സെൻട്രൽ ഡയാന്തസ്. അപ്പോൾ മക്കളെ 3 അല്ലേ കറക്റ്റ് ആൻസർ? യെസ്. 12ാമത്തെ ചോദ്യം വളരെ ഈസി ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഏത് റീജിയനാണ് റൂട്ടിൽ നീളം കൂട്ടാൻ സഹായിക്കുന്നത്? നമ്മൾ ഏതാ മക്കളെ കറക്റ്റായിട്ട് പറയാം? നീളം കൂട്ടാൻ സഹായിക്കുന്നത് ഇലോങ്ങേഷൻ റീജിയൻ അല്ലേ? അപ്പോൾ B അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ അല്ലേ? അപ്പോൾ റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ സോൺ അല്ലേ അതിൻ്റെ കറക്റ്റ് ആൻസർ? യെസ്. 13ാമത്തെ ചോദ്യം അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസീനിക് എലികൾ പോളിയോ വാക്സിന് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. കറക്റ്റാണ്. അതേപോലെ മക്കളെ monkeys are not reliable to test the safety of polio vaccine. അത് നമ്മൾ എവിടെയും പറയുന്നുണ്ടോ മങ്കീസിനെ കുറിച്ച്? ഇല്ല. അപ്പോൾ മൈസ് സാധാരണ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ മങ്കീസിനെ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ മക്കളെ എസേർഷൻ കറക്റ്റാണ്, പക്ഷെ റീസൺ ഫോൾസ് അല്ലേ? അപ്പം 3ാമത്തതല്ലേ മക്കളെ കറക്റ്റ്? ഓക്കെ. 14ാമത്തെ ചോദ്യം നോക്കാം മക്കളെ. കൺസിഡർ ദ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ട്രാൻസീനിക് ആനിമൽസ് മരുന്നിൻ്റെ ഗുണനിലവാരം വിഷാംശം ചെക്ക് ചെയ്യാം. അത് കറക്റ്റ് അല്ലേ മക്കളെ? യെസ്. അടുത്ത് നോക്ക്. ട്രാൻസീനിക് ആനിമൽസ് ആർ മെയ്ഡ് ടു ക്യാരി ജീൻസ് വിച്ച് മേക്സ് ദം മോർ സെൻസിറ്റീവ് ടു ടോക്സിക് സബ്സ്റ്റൻസസ് ദാൻ നോൺ ട്രാൻസീനിക് ആനിമൽസ്. ഓക്കെ. അപ്പം മക്കളെ 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് അല്ലേ? അതെ. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് 1ഉം സ്റ്റേറ്റ്മെൻറ്റ് 2ഉം കറക്റ്റ്, ഒരു സംശയമില്ലല്ലോ. 15ാമത്തെ ചോദ്യം നോക്കും മക്കളെ. 15ാമത്തെ ചോദ്യം, മാനിപ്പുലേഷൻ ഓഫ് ലിവിങ് ഓർഗാനിസംസ് ബൈ ഹ്യൂമൻ റേസ് കനോട്ട് ഗോ ഓൺ എനി ഫർദർ വിത്തൗട്ട് റെഗുലേഷൻ. ശരിയാണോ മക്കളെ? അതായത് ജീവികളിലെ മാറ്റം വരുത്തുക, വല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം കറക്റ്റ് അല്ലേ? എന്താണ് അതിൻ്റെ കാരണം? കാരണം ചോദിച്ചാൽ ജനറ്റിക് മോഡിഫിക്കേഷൻ ആവും അൺപ്രഡിക്റ്റബിൾ റിസൾട്ട്സ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ദുരന്തങ്ങളിലേക്ക് എത്തുക. അപ്പം 2ഉം കറക്റ്റാണ്. അതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ലേ മക്കളെ? യെസ്, ദാറ്റ്സ് ഇറ്റ്. 16ാമത്തെ ചോദ്യം നോക്കാം മക്കളെ. കൺസിഡർ ദ 2 സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, എന്നിട്ട് നോക്കാം. മോസ്റ്റ് ഓഫ് ദ ഡെവലപ്പിംഗ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് നേഷൻ ആസ് റിച്ച് ഫിനാൻഷ്യലി ബട്ട് പുവർ ഇൻ ബയോഡൈവേഴ്സിറ്റി ആൻഡ് ട്രഡീഷണൽ നോളജ്. കണ്ട, അതായത് മോസ്റ്റ് ഓഫ് ദ ഡെവലപ്ഡ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് നേഷൻസ് റിച്ചാണ്, പക്ഷെ ഫിനാൻഷ്യലി റിച്ചാണ്, പക്ഷേ ബയോഡൈവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ട്രഡീഷണൽ പരമ്പരാഗത വൈദ്യത്തിൻ്റെ കാര്യത്തിലൊക്കെ പൂറാന്ന് പറയുന്നു. ശരിയല്ലേ മക്കളെ? വേണമെങ്കിൽ ഒരു പരിധി വരെ ഡെവലപ്ഡ് നേഷൻസിലൊക്കെ ബയോഡൈവേഴ്സിറ്റി കുറവാണ്. അതേസമയം മക്കളെ മോസ്റ്റ് ഓഫ് ദി ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻസ് ആർ റിച്ച് ഇൻ ബയോഡൈവേഴ്സിറ്റി ആൻഡ് ട്രഡീഷണൽ നോളജ് റിലേറ്റഡ് ടു ബയോ റിസോഴ്സസ്. അത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഓക്കെ. അപ്പോൾ ഇൻഡസ്ട്രിയൽ വിപ്ലവമൊക്കെയുള്ള രാജ്യങ്ങളിൽ ഇങ്ങനെ വേണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. അപ്പോൾ ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻസ് റിച്ച് ആണ് നിർബന്ധമില്ല. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്, 2 ഇൻകറക്റ്റാണ് മക്കളെ. അപ്പോൾ 1 തന്നെയല്ലേ കറക്റ്റ് ആൻസർ? യെസ്. 17ാമത്തെ ചോദ്യം നോക്കും മക്കളെ. ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നോക്കാം.
ദർ ആർ 27 ഡോക്യുമെൻറ്റഡ് വെറൈറ്റീസ് ഉണ്ട് ബസുമതി റൈസിൽ. മക്കളെ അത് കറക്റ്റ് അല്ലേ? 1997 അമേരിക്കൻ കമ്പനി പേറ്റന്റ് റൈറ്റ്സ്, അതും കറക്റ്റാണ്. ഇന്ത്യൻ ബസുമതി അവരുടെ നാട്ടിലെ സെമി ഡ്വാഫ് വെറൈറ്റീസുമായിട്ട് ക്രോസ് ചെയ്തിട്ടാണ് ബസുമതി അതിൻ്റെ പേറ്റന്റ് അവരെടുത്തതെന്ന് പറയുന്നു. യെസ്, അതും കറക്റ്റാണ്. 200 വെറൈറ്റീസ് ഓഫ് റൈസ് ആണോ ഇന്ത്യയിൽ? അല്ല, 2 ലക്ഷം വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ 4 അല്ലേ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കും മക്കളെ. സ്റ്റഡി ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് C4 പാത്വേ ആണ്. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എടുക്കാം. ഓക്കെ, നോക്കാം. പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് എക്സെപ്റ്റർ 3 കാർബൺ ഫോസ്ഫോഇനോൾ പൈറുവേറ്റ്. ഓക്കെ, അത് കറക്റ്റാണോ മക്കളെ? അത് കറക്റ്റാണോ? കറക്റ്റാണ്. എൻസൈം PEP ഫങ്ഷണൽ ആസ് കാർബോക്സിലേസ്, കറക്റ്റ് അല്ലേ? C4 പ്ലാന്റ്സിൽ 30 ATPയും 12 NADPHും യൂട്ടിലൈസ് ചെയ്യും, അതും കറക്റ്റാണ്. പക്ഷെ NCERTയിൽ കൃത്യമായിട്ട് അത് കൊടുത്തിട്ടില്ല, അത് മാത്രം. എവറി 12 molecules ഓഫ് PGL പ്രൊഡ്യൂസ്ഡ് 10 molecules ആർ യൂസ് ഫോർ ദ റീജനറേഷൻ ഓഫ് REBP, കറക്റ്റ്. 2 molecule യൂസ് ചെയ്തിട്ടല്ലേ ഗ്ലൂക്കോസിൻ്റെ ഫോർമേഷൻ നടക്കുന്നത്, 3+3 കൂടിയിട്ട്. അപ്പോൾ മക്കളെ എല്ലാം കറക്റ്റാണ്, ABCD. അപ്പോൾ 4th one ഇസ് ദ റൈറ്റ് വൺ, കറക്റ്റ് അല്ലേ? 19ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാണ്. 19th one നോക്കാം മക്കളെ. വീണ്ടും മാച്ച് ദ ഫോളോയിങ് ആണ്. സ്ട്രോമ ലാമല്ലേ എന്ന് പറയുന്നത് സ്റ്റഡി ദ ഫോളോയിങ് പെയേഴ്സ് ആണ്. എന്നിട്ട് റോങ് പെയർ എവിടെയാണ് കൊടുത്തതെന്നാണ് ചോദിക്കുന്നത്. സ്ട്രോമ ലാമലയ്ക്ക് PS2 ഉണ്ട് എന്ന് പറയുന്നു, തെറ്റല്ലേ മക്കളെ? യെസ്, സ്ട്രോമ ലാമലയിൽ PS1 ആണ്. ആബ്സെൻസ് ഓഫ് ഫോട്ടോ റെസ്പിറേഷൻ. ഓക്കെ, C4 പ്ലാന്റ്സിൽ ഫോട്ടോ റെസ്പിറേഷൻ ഇല്ല. റുബിസ്കോ പ്രസന്റ് ഇൻ ദ മീസോഫിൽ ടിഷ്യൂ. C3യിൽ റുബിസ്കോ എപ്പോഴും മീസോഫിലാണ്. കരോട്ടിനോയിഡ്സ് പ്രിവെന്റ് ദ ഡാമേജ് ഓഫ് ക്ലോറോഫിൽ, കറക്റ്റ്. ആക്സസറി പിഗ്മെന്റ്സ് എപ്പോഴും ക്ലോറോഫിൽ എയെ സംരക്ഷിക്കുകയാണ്. അപ്പോൾ ഒരെണ്ണം മാത്രമേ അതിൽ മിസ്റ്റേക്ക് ഉള്ളൂ, 4ാമത്തത് A മാത്രമല്ലേ മിസ്റ്റേക്ക് ഉള്ളൂ. യെസ്. 20ാമത്തെ ചോദ്യം നോക്കും മക്കളെ. ദ കറക്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഫോട്ടോസിന്തറ്റിക് റിയാക്ഷൻ. ഫോട്ടോസിന്തസിന്റെ ഇക്വേഷൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? 6CO2 + 12H2O gives C6H12O6 + 6O2 + 6H2O. അതല്ലേ മക്കളെ കറക്റ്റ്? അല്ലേ 12H2 ആണ് വേണ്ടത്. അപ്പം ഇതൊക്കെ തെറ്റാണ്. അപ്പോൾ 1 അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? യെസ്. 21ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കൊണ്ടുപോവാണ്. 21. ദ പ്രൊഡക്ട്സ് ഓഫ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ ഇൻ ലൈറ്റ് റിയാക്ഷനാണ്. നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ്റെ പ്രൊഡക്ട്സ് ഒരു സംശയമില്ല. ATP നോൺ സൈക്ലിക്കിലുണ്ട്, NADPH ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, അതവിടെ കൊടുത്തിട്ടില്ല എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ 1 അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? യെസ്. NADHും ഓക്സിജനും മാത്രം പറയാൻ പറ്റില്ല, കാരണം NADH എന്ന് പറയാൻ പറ്റില്ല, NADPH എന്ന് പറയണം. ഓക്കെ, അടുത്ത നോക്കുക. 22ാമത്തെ ചോദ്യത്തിലേക്കാണ്. 22 നോക്കും മക്കളെ. സെലക്ട് ദ റോങ് വൺ റിഗാർഡിങ് റെസ്പിറേഷൻ. തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിക്കുന്നത്. റെസ്പിറേറ്ററി പാത്വേ ആംഫിബോളിക് ആണോ? വൈ നോട്ട്? കറക്റ്റ്. ഓക്സിജൻ അല്ലേ ഫൈനൽ ഹൈഡ്രജൻ ആക്സെപ്റ്റ്? കറക്റ്റ്. ഈ ഒരു ഇക്വേഷൻ മക്കളെ എയറോബിക് റെസ്പിറേഷൻ്റെ അല്ലേ? അതും കറക്റ്റ്. എല്ലാം കറക്റ്റാണ്. ഇനി ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. 1,3 ബൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആകുമ്പോഴാണ് NADH ഉണ്ടാവുന്നത്. തെറ്റ്. എപ്പോഴാണ് NADH ഉണ്ടാവുക? ഗ്ലിസറിക് ആസിഡിന് പകരം ഗ്ലിസറേറ്റ്, കണ്ട ഗ്ലിസറേറ്റ് നോക്കാം മക്കളെ. 1,3 ബൈഫോസ്ഫോ ഗ്ലിസറേറ്റ് 3-ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ആകുമ്പോഴല്ല 1,3 ബൈഫോസ്ഫോ ഗ്ലിസറാൾഡിഹൈഡ് എന്തായിട്ട് മാറും? 1,3 ബൈഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറും. 3-ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡിൻ്റെ കേസിലല്ല, 1,3 ബൈഫോസ്ഫോ ആൽഡിഹൈഡ് ഗ്ലിസറാൾഡിഹൈഡ് ഗ്ലിസറിക് ആസിഡ് ആകുമ്പം അപ്പം അത് 1,3 ബൈഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് തന്നെയാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പം 4ാമത്തതല്ലേ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്? ഇസ് ഇറ്റ് ഓക്കെ? 23ാമത്തെ ചോദ്യം നോക്ക്. നെറ്റ് ഗെയിൻ ഓഫ് ATP മോളിക്യൂൾസ് ഇൻ ദ ഗ്ലൈക്കോളൈസിസ്. നെറ്റ് ഗെയിൻ ആണ്. ATP എത്രയാന്ന് ചോദിച്ചാൽ 2 അല്ലേ മക്കളെ നെറ്റ് ഗെയിൻ? പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ശരിയല്ലേ മക്കളെ? ടോട്ടൽ 4 ATP ഉണ്ടാവും, അതിൽ 2 എണ്ണം യൂട്ടിലൈസ് ചെയ്ത് 2 എണ്ണമല്ലേ നെറ്റ് ഗെയിൻ. ഓക്കെ. 24ാമത്തെ ചോദ്യം നോക്കും മക്കളെ. മസ്കുലാർ സ്ട്രെയിൻസ് ആൻഡ് ഫാറ്റിഗ്സ് ഇൻ അത്ലറ്റ്സ് ആൻഡ് സ്പ്രിൻറ്റേഴ്സ്. കഠിനമായി എക്സസൈസ് ചെയ്യുമ്പം
മസിൽസിൽ ജോയിൻസിലൊക്കെ പെയിൻ വരാൻ കാരണം എന്താ? ലാക്റ്റിക് ആസിഡിൻ്റെ അക്യുമുലേഷൻ അല്ലേ? അപ്പോൾ എനറോബിക് റെസ്പിറേഷൻ അല്ലേ? ആൻഡ് അക്യുമുലേഷൻ ഓഫ് ലാക്റ്റിക് ആസിഡ് അല്ലേ മക്കളെ? അപ്പം 4-മത്തതല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? യെസ്. 25-മത്തെ ചോദ്യത്തിലേക്ക് കയറാണ്. 25th ക്വസ്റ്റ്യൻ. അപ്പോൾ ആ 25 നോക്കും മക്കളെ, മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീണ്ടും നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പം നോക്കാം, മാച്ച് ചെയ്യാൻ പോവാണ്. ഓക്സിൻ്റെ കറക്റ്റ് മാച്ചിങ് ഏതാ വരിക മക്കളെ? ഓക്സിൻ്റെ കറക്റ്റ് മാച്ചിങ് ഇൻഡോൾ കോമ്പൗണ്ട്സ്. അബ്സസിക് ആസിഡോ മക്കളെ, അത് കരോട്ടിനോയിഡ്സ് ആണ്. അപ്പോൾ A1 അല്ലേ? A1 3 സ്ഥലത്തുണ്ട്. ബി എന്ന് പറയുന്നത് 4ആണ്. അതൊരൊറ്റ സ്ഥലത്തേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ജിബർലിക് ആസിഡോ? ജിബർലിക് ആസിഡ് ടർപ്പീനാണ്. അതേപോലെ കൈനറ്റിൻ അഡനൈൻ ആണ്. മക്കളെ 3 അല്ലേ കറക്റ്റ് ആൻസർ? യെസ്. 26-മത്തെ ചോദ്യത്തിലേക്ക് കയറാണ്. നോക്കാം മക്കളെ, സ്റ്റഡി ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് വൺ. ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനാണ് പറയുന്നത്. നോക്കാം. ക്വാളിറ്റേറ്റീവ് കമ്പാരിസൺ ബിറ്റ്വീൻ ദ ഗ്രോത്ത് ഓഫ് ലിവിങ് ഓർഗാനിസം ക്യാൻ ബി എക്സ്പ്രസ് ഇൻ ബോത്ത് അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ്. അത് തെറ്റല്ലേ മക്കളെ? അത് രണ്ടും വരൂലല്ലോ. ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് അല്ലേ വരുള്ളൂ. ഓക്കെ, അരിത്തമെറ്റിക് ഗ്രോത്ത് W1 = W0 ആണോ? അല്ല. അത് LT = L0 + RT ആണ്. അല്ല. ഓക്സിൻസ് പാർത്തിനോകാർപ്പി ഉണ്ടാക്കും. അത് കറക്റ്റ് അല്ലേ മക്കളെ? നാഫ്തലിൻ അസിറ്റിക് ആസിഡ് അല്ല, അത് 2,4-D ആണ്. അപ്പം 3 അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? 27 നോക്കും മക്കളെ. 27-മത്തത് നോക്കാം. ഒബ്സർവ് ആൻഡ് സ്റ്റഡി ദ ഫോളോയിങ് റിഗാർഡിങ് ഓക്സിൻ. നോക്കാം മക്കളെ, ഓക്സിൻ ഐസൊലേറ്റ് ചെയ്തത് കോളിയോപ്റ്റൈൽ ഓഫ് ഓട്ട് സീഡ്ലിംഗ്. കറക്റ്റാണ്, ഒരു സംശയമില്ല. പ്രൊമോട്ട് അബ്സെപ്ഷൻ ഓഫ് ഓൾ മെച്യൂർ ലീവ്സ്. കണ്ട, പ്രായമായ ഇലകളൊക്കെ കൊഴിയാൻ സഹായിക്കും. പ്രൊമോട്ട് ഫ്ലവറിങ് ഇൻ പൈനാപ്പിൾ. അതും കറക്റ്റ് അല്ലേ? അടുത്ത ലാസ്റ്റ് ഇനി ഒരെണ്ണം കൂടിയുള്ളൂ. പ്രിവെന്റ് ദ ഡ്രോപ്പ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. കണ്ട, ഈ നേരത്തെ ഇല പൊഴിയുന്നത് തടയുകയും ചെയ്യും. അപ്പം എല്ലാം കറക്റ്റാണ്. അപ്പം ABCD 3-മത്തതല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? യെസ്. 28-മത്തെ ചോദ്യം നോക്കടാ. സിംഗിൾ ടേൺ ഓഫ് ക്രബ് സൈക്കിൾ. TC സൈക്കിൾ എന്ന് പറഞ്ഞാൽ ക്രബ് സൈക്കിൾ അല്ലേ? അപ്പോൾ ഒരൊറ്റ ക്രബ് സൈക്കിൾ കറങ്ങി കഴിഞ്ഞാൽ 3 NADH, 1 FADH, 1 ATP. അപ്പം 3-മത്തല്ലേ മക്കളെ? വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ് മക്കളെ. 29-മത്തെ ചോദ്യത്തിലേക്ക് കിടക്കാണ്. ATP മോളിക്യൂൾ ഫോംഡ് ബൈ സബ്സ്ട്രേറ്റ് ലെവൽ. മക്കളെ, സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം. NCERT-യിലും വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. സക്സിനൈൽ കോഎൻസൈമ് സക്സിനിക് ആസിഡ് ആവുമ്പോഴോ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് സക്സിനിക് ആസിഡിലോ ഒക്കെ വേണമെങ്കിൽ ഇത് പറയാം. അപ്പോൾ 2 അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? 30-മത്തെ ചോദ്യത്തിലേക്ക് ഞാൻ വീണ്ടും കൊണ്ടുപോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 30. നോക്കാം മക്കളെ, സിട്രിക് ആസിഡ് സൈക്കിൾ അഥവാ TCS സൈക്കിൾ തുടങ്ങുന്നത് ഏതില്ല? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. TCS സൈക്കിൾ എപ്പോഴും ഓക്സാലോ അസറ്റിക് ആസിഡ് അസറ്റൈൽ ഗ്രൂപ്പുമായിട്ട് കമ്പൈൻ ചെയ്യും വാട്ടറുടെ സഹായത്തോടെ. അപ്പം 3 അല്ലേ മക്കളെ കറക്റ്റ്? ഓക്കെ. 31-മത്തെ നോക്കും മക്കളെ, ഏതാണ് മക്കളെ ബോൾട്ടിങ് പ്രൊമോട്ട് ചെയ്യുന്നത്? ബോൾട്ടിങ് ആരുടെ ഫങ്ഷനാണ് മെയിനായിട്ട്? അത് ജിബർലിൻസിൻ്റെ ഫങ്ഷൻ അല്ലേ മക്കളെ? യെസ്, ജിബർലിൻസിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയാം. ക്യാബേജിൽ ബീറ്റ്റൂട്ടിലൊക്കെ നമ്മൾ ബോൾട്ടിങ് പ്രൊമോട്ട് ചെയ്യുന്നത് ഈ പറയുന്ന ജിബർലിൻസ് അല്ലേ? 32-മത്തെ ചോദ്യം നോക്കും മക്കളെ. 30 സെക്കൻഡ്. കൺസിഡർ ദ 4th സ്റ്റേറ്റ്മെൻറ്റ്. ഈ 4 സ്റ്റേറ്റ്മെൻറ്റിൽ 2 കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദ്യം. നോക്കാം. പ്ലാന്റ്സിൽ സൂക്രോസ് മക്കളെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഇൻവെർട്ടേസ് ആണ്. കറക്റ്റാണ്. 2-മത്തെ നോക്ക്. ഗ്ലൈക്കോളൈസിസ് സൈറ്റോപ്ലാസത്തിൽ വെച്ച് നടക്കുന്നത് EMP പാത്വേ. അതും കറക്റ്റ് അല്ലേ? അപ്പം 2 കറക്റ്റായി. ഇനി ആൽക്കോഹോൾ ഡീഹൈഡ്രോജനേസ് ഫെർമെൻറ്റേഷൻ റിയാക്ഷനിൽ ആനിമൽ മസിൽസിൽ, ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനിലല്ല. ഓക്കെ, അത് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനിലാണ്. പിന്നെ ആൽക്കോഹോൾ ഡീഹൈഡ്രോജനേസ് അല്ല വരുന്നത്. അപ്പം ആൽക്കഹോളിക് ഫെർമെൻറ്റേഷനിലാണ് വരിക. ആൽക്കഹോളിക് ഫെർമെൻറ്റേഷനിൽ ആൽക്കഹോൾ 3% ഈസ്റ്റ് ആർ നോട്ട് ഏബിൾ. തെറ്റാണ് മക്കളെ, തെറ്റ് അല്ലേ? അപ്പോൾ ഏതാ മക്കളെ കറക്റ്റ് ആൻസർ? എയും ബിയും അല്ലേ കറക്റ്റ് ആൻസർ? യെസ്. 33-മത്തെ ചോദ്യത്തിലേക്ക് കയറാണ്. റീഡ് ദ 4 സ്റ്റേറ്റ്മെൻറ്റ് മക്കളെ. 4 സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു, എന്നിട്ട് കറക്റ്റ് ഓപ്ഷൻ എടുക്കാം. നോക്കാം. കറക്റ്റ് ഓപ്ഷൻ എടുത്ത് നോക്ക്.
അരിത്തമെറ്റിക് ഗ്രോത്ത് എക്സ്പ്രസ് ചെയ്യുന്നത് LT=L0 + RT. അത് കറക്റ്റ് അല്ലേ? അത് കറക്റ്റ് അല്ലേ? യെസ്. എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് മാത്തമാറ്റിക്കലി എക്സ്പ്രസ്ഡ് ആസ് W1=W0+. ഒരിക്കലും വരില്ല, അത് മൾട്ടിപ്ലിക്കേഷനാണ്. കോട്ടൺ, ലാക്സ്പോ ആൻഡ് കൊറിയാൻഡർ, മല്ലിച്ചപ്പിലൊക്കെ പ്ലാസ്റ്റിസിറ്റി കറക്റ്റാണ്. അപ്പം തന്നെ 2 കറക്റ്റായി. അഡനൈൻ ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ കൈനറ്റിൻ. ഓക്കെ, അഡനിൻ അല്ല. ഓക്കെ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അത് സൈറ്റോകൈനിൻ്റെ കേസിലാണ് അത് പറയാറ്. ശരിയല്ലേ മക്കളെ? അത് പ്യൂരിൻ ഡെറിവേറ്റീവ്സ് ആണ്. അപ്പോൾ മക്കളെ ഏതാ കറക്റ്റ് ആൻസർ? എയും സിയും മാത്രമല്ലേ? ഓക്കെ, 34ാമത്തെ ചോദ്യം നോക്കാം മക്കളെ. സ്ട്രെസ് ഹോർമോൺ എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? സ്ട്രെസ് ഹോർമോൺ. അപ്പോൾ നമ്മൾ പറയും അബ്സസിക് ആസിഡ്. കറക്റ്റ് അല്ലേ? സെക്ഷൻ എയിലെ അവസാനത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ഹോർമോൺ കൺട്രോളിങ് ദ ക്ലോഷർ ഓഫ് സ്റ്റൊമാറ്റ. വീണ്ടും ഒരേ ആൻസർ തന്നെയല്ലേ? ആരാ മക്കളെ? അബ്സസിക് ആസിഡിനെയല്ലേ നമ്മൾ അങ്ങനെ പറയുള്ളൂ. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. മക്കളെ സെക്ഷൻ ബിയിലേക്ക് നമ്മൾ കയറാൻ പോവാണ്. സെക്ഷൻ ബിയിലേക്ക് 15 ചോദ്യങ്ങളാണ് സെക്ഷൻ ബിയിൽ വരുന്നത്. ആ 15 ചോദ്യങ്ങളുടെ പ്രത്യേകതയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം മക്കളെ. റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ഓഫ് ഫോട്ടോ റെസ്പിറേഷൻ. ഫോസ്ഫോഗ്ലൈക്കോളൈറ്റ് അല്ലേ? 2 കാർബൺ കോമ്പൗണ്ട് അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അതായിരുന്നില്ലേ മക്കളെ? യെസ്. അടുത്ത ചോദ്യം നോക്കുക. ഫോട്ടോസിന്തസിസ് ഇസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ബൈ ഇന്റേണൽ ഫാക്ടർ. അപ്പോൾ ഫോട്ടോസിന്തസിസിലെ ഇന്റേണൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പം നമ്പർ, സൈസ്, ഏജ് ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് ലീഫ്, അത് കറക്റ്റ് അല്ലേ? മീസോഫിൽ സെൻസ് ആൻഡ് ക്ലോറോപ്ലാസ്റ്റ് കറക്റ്റ്. ഇന്റേണൽ, ഇതെല്ലാം കറക്റ്റാണ്. അപ്പോൾ ഓൾ ദി അബവ് ആണ് മക്കളെ കറക്റ്റ് ആൻസർ. 38ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാണ്. 38 നോക്കാം മക്കളെ. സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫോർ സൈക്കിൾ. നോക്കാം. സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. മക്കളെ പ്രൈമറി CO2 അക്സെപ്റ്റ് 3 കാർബൺ കോമ്പൗണ്ട്, അത് കറക്റ്റാണ് മക്കളെ. ശരിയല്ലേ? അപ്പോൾ പ്രൈമറി CO2 PEP ആണ്. ഇറ്റ് ദെൻ ഫോംസ് C4 സൈക്കിളിൻ്റെ കേസാട്ടോ പറയുന്നത്. ഇറ്റ് ദെൻ ഫോംസ് 3 കാർബൺ കോമ്പൗണ്ട്സ് ലൈക്ക് തെറ്റി. മാലിക് ആസിഡ് ഒരിക്കലും 3 കാർബൺ അല്ല, അത് 4 കാർബൺ അല്ലേ മക്കളെ? അപ്പോൾ അത് തെറ്റല്ലേ? അതല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? യെസ്. 39ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. വിച്ച് വൺ ഇസ് എ സിംഗിൾ മെംബ്രെയിനസ് ഓർഗനൽ? എൻഡോപ്ലാസ്മിക് സിംഗിൾ ആണ്. മൈറ്റോകോൺട്രിയ, ന്യൂക്ലിയസ്, ക്ലോറോപ്ലാസ്റ്റ് ഒന്നും സിംഗിൾ മെംബ്രെയിൻസ് അല്ല. അപ്പോൾ 1 അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? 40ാമത്തെ ചോദ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ റഫ് ആൻഡ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റഫും സ്മൂത്തും തമ്മിലുള്ള ഡിഫറൻസാണ് ചോദിക്കുന്നത്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് റൈബോസോം കറക്റ്റാണ്, സ്മൂത്തിന് ലാക്ക് റൈബോസോം. അപ്പോൾ ആദ്യം തന്നെ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് അല്ലേ മക്കളെ? സ്മൂത്തിനാണ് റൈബോസോം എന്നിവിടെ പറയുന്നു, തെറ്റ്. സ്മൂത്ത് പ്രോട്ടീൻ സിന്തസിസിലെ ടേക്ക് പാർട്ട്, തെറ്റ്. ബോത്ത് ആസ് എന്ത് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നില്ല. സോ 1 ഇസ് ദ റൈറ്റ് ആൻസർ. മക്കളെ 41ാമത്തെ ചോദ്യം നോക്കുക മക്കളെ. ദ പ്ലെയിൻ ഓഫ് അലൈൻമെൻറ്റ് ഓഫ് ക്രോമസോം അറ്റ് മെറ്റഫേസ് സ്റ്റേജ്. ഇപ്പം മെറ്റഫേസ് സ്റ്റേജിൽ ക്രോമസോം അറേഞ്ച്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരല്ലേ മക്കളെ? മെറ്റഫേസ് പ്ലേറ്റ്. ഒരു ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. 42ാമത്തെ ചോദ്യം നോക്കുക മക്കളെ. സ്റ്റേറ്റ്മെൻറ്റ് 1 നോക്കുക. ആനിമൽ സെൽസിൽ സൈറ്റോകൈനസിസ് നടക്കുന്നത് മക്കളെ അച്ചീവ്മെൻറ്റ് ഓഫ് ഫറോ ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ. ശരിയാണോ മക്കളെ? യെസ്. ഇവിടെ ഒരു ചെറിയ വിടവ് സംഭവിക്കും. അങ്ങനെയല്ലേ തുടങ്ങുന്നത്? അപ്പോൾ അത് കറക്റ്റ് അല്ലേ മക്കളെ? യെസ്. അങ്ങനെയാണെങ്കിൽ നോക്കുക മക്കളെ. പ്ലാന്റ് സെൽസിലെ ഫോർമേഷൻ ഓഫ് ന്യൂ സെൽ വാൾ ബിഗിൻസ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് സെൽ പ്ലേറ്റ്. അബ്സല്യൂട്ട്ലി കറക്റ്റ് അല്ലേ മക്കളെ? കറക്റ്റ് അല്ലേ? ഒരു സെൽ പ്ലേറ്റിൻ്റെ സഹായത്തോടെയല്ലേ? അപ്പോൾ മക്കളെ അതും കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. 43ാമത്തെ ചോദ്യം നോക്കാം മക്കളെ. ദ ഇൻട്രാക്ടിങ് സ്പീഷീസ് ലിവ് ക്ലോസ്ലി ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻട്രാക്ഷൻ. നമ്മൾ ഇൻ്റർസ്പെസിഫിക് ഇൻട്രാക്ഷൻ പഠിക്കുമ്പം ആ പ്രഡേഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പിലുള്ള പാരഗ്രാഫിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താ മക്കളെ നമ്മൾ പഠിക്കുന്നത്? ദ ലിവ് ക്ലോസ്ലി ടുഗദർ. ഏതിലൊക്കെയാണ്? പാരസൈറ്റിസത്തിൽ ഒന്നിച്ച് ജീവിക്കും, സംശയമില്ല. പ്രഡേഷനിൽ വേണമെങ്കിൽ ഒന്നിച്ച് കൊന്ന് തിന്നുകയല്ലേ ചെയ്യുന്നത്? കമൻസാലിസത്തിലും കമൻസാലിസത്തിലും അങ്ങനെ തന്നെയല്ലേ? യെസ്. അപ്പോൾ 1 അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? ഓക്കെ. 44ാമത്തെ എസേഷൻ റീസൺ അല്ലേ? എസേഷൻ നോക്കുക മക്കളെ.
എസേഷ്യൽ നോക്ക് എമംഗ് റെഡ് ഗ്രീൻ ആൻഡ് ബ്രൗൺ ആൽഗി. റെഡ് ആൽഗിയാണ് ഏറ്റവും കടലിൻ്റെ അടിത്തട്ടിൽ കാണുക. കറക്റ്റ് അല്ലേ മക്കളെ? ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷനിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലൈറ്റിൻ്റെ പാർട്ടിൽ നമ്മൾ കാണുന്ന ചോദ്യം അത് കറക്റ്റാണ്. റെഡ് ആൽഗിക്ക് ഫൈക്കോ എറിത്രന ഉള്ളത്, വിച്ച് ക്യാൻ അബ്സോർബ് ബ്ലൂ ആൻഡ് ഗ്രീൻ ലൈറ്റ് ദാറ്റ് പെനിട്രേറ്റ്സ് ദ ഡീപ്പസ്റ്റ് വാട്ടർ. ശരിയല്ലേ? അപ്പോൾ റെഡ് ആൽഗിക്ക് ഫൈക്കോ എറിത്രന ഉള്ളത്, കടലിൻ്റെ അടിത്തട്ടിലേക്ക് ചെല്ലുന്ന ലൈറ്റ് ഇപ്പം ബ്ലൂവും ഗ്രീനുമാണ് ഏറ്റവും അടിത്തട്ടിലേക്ക് പോവുക, അതല്ലേ വലിച്ചെടുക്കുക. ഇപ്പം ഇലകൾ പച്ച നിറത്തിൽ കാണാൻ എന്താ? ഈ പറയുന്ന പച്ച ഒഴികെ ബാക്കിയുള്ളത് അബ്സോർബ് ചെയ്തുകൊണ്ടല്ലേ. അതേപോലെ തന്നെ റെഡ് അല്ലല്ലോ, ബാക്കിയല്ലേ അബ്സോർബ് ചെയ്യുക. അപ്പോൾ അതും കറക്റ്റ് അല്ലേ? അപ്പോൾ ശരിക്കും രണ്ടും കറക്റ്റാണ്, കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. 45-ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ പോവാണ്. BT ടോക്സിൻ ബാക്ടീരിയയിൽ നിന്നും ക്ലോൺ ചെയ്ത് ചെടികളിലേക്ക് നിക്ഷേപിച്ചു എന്ന് പറയുന്നു. എങ്ങനെ? ഇതാണ് ചോദ്യം. നോക്കാം മക്കളെ. ത്രൂ മൈക്രോ ഇഞ്ചക്ഷൻ ആണോ? അതിനു വേണ്ടിയിട്ടാണോ? അല്ല. ടു പ്രൊവൈഡ് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഇൻസെക്ട് വിത്തൗട്ട് ദ നീഡ് ഓഫ് ഇൻസെക്ടിസൈഡ്സ്. അഡീഷണൽ റെസിസ്റ്റൻസ് ആണോ? ബാക്ടീരിയയുടെ ഗ്രോത്തിനാണോ? അല്ല. 46-ാമത്തെ ചോദ്യം നോക്കാം മക്കളെ. 99% ആനിമൽസും നിയർലി എല്ലാ ചെടികളും മക്കളെ കൺഫോമേഴ്സ് ആണ്. കറക്റ്റാണോ മക്കളെ? കറക്റ്റ്. മാമൽസും ബേർഡ്സും റെഗുലേറ്റേഴ്സ് ആണ്. കറക്റ്റാണല്ലോ. പക്ഷെ കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം രണ്ടും കറക്റ്റാണ്, പക്ഷെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. സോ 2 ഇസ് ദ റൈറ്റ് ആൻസർ. മക്കളെ 47-ാമത്തെ ചോദ്യം നോക്ക്. ഇൻറ്റഗ്രൽ ഫോം ഓഫ് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത്. ഇത് അതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷനാണ് എക്സ്പൊണൻഷ്യലിൻ്റെ. അപ്പോൾ NT ഈസ് ഈക്വൽ ടു N0 ഇൻറ്റു N0 ഇൻറ്റു e⁻RT അല്ലേ? അങ്ങനെയല്ലേ 6 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ 1 അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ. 48-ാമത്തെ വീണ്ടും എസ്സേഷൻ ക്വസ്റ്റ്യൻ ആണ്. ടെമ്പറേച്ചർ ഇസ് ദ മോസ്റ്റ് എക്കോളജിക്കലി റെലവൻറ്റ്, ആശ്രയിക്കാവുന്ന എൻവയറമെൻ്റൽ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ദ ലൈഫ് ഓഫ് ഓർഗാനിസം. മക്കളെ അബ്സല്യൂട്ട്ലി കറക്റ്റാണ്. അതേപോലെ NCERT സെൻറ്റൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത നോക്കാം മക്കളെ. ടെമ്പറേച്ചർ സിഗ്നിഫിക്കൻ്റ്ലി എഫക്ട്സ് ദ എൻസൈം കൈനറ്റിക്സ് ഓഫ് ലിവിങ് ഓർഗാനിസം ആൻഡ് ബേസൽ മെറ്റബോളിക് ആക്ടിവിറ്റീസ്. നമ്മുടെ ബേസൽ മെറ്റബോളിക് ആക്ടിവിറ്റീസിലൊക്കെ ടെമ്പറേച്ചറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഇല്ലേ? അപ്പോൾ മക്കളെ ശരിക്കും രണ്ടും കറക്റ്റാണ്. കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട്. ഓക്കെ, 49-ാമത്തെ ചോദ്യം നോക്കാം. ഡബിൾ ഫെർട്ടിലൈസേഷനിൽ മക്കളെ എന്തൊക്കെയാണ് നടക്കുന്നത്? ചൂസ് ദ കറക്റ്റ് ആൻസർ എന്നാണ് പറയുന്നത്. നോക്കാം. വൺ ഓഫ് ദ മെയിൽ ഗമീറ്റ്സ് മൂവ് ടുവേർഡ്സ് ദ എക്സൽ ആൻഡ് ഫ്യൂസസ് വിത്ത് ഇറ്റ്സ് ന്യൂക്ലിയസ് കംപ്ലീറ്റിംഗ് സിംഗമി. കറക്റ്റാണ്. എൻഡോസ്പേം ഡെവലപ്പിംഗ്. കറക്റ്റാണ്. റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ ഡിപ്ലോയിഡ് സെൽ. കറക്റ്റാണ്. ഔട്ടർ മെയിൽ ഗമീറ്റ് മൂവ് ലൊക്കേറ്റ് ഇൻ ദ സെൻട്രൽ ആൻഡ് ടു ഫോം പെൻ. കറക്റ്റാണ്. സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ എംബ്രിയോ സാക്ക്. എല്ലാം കറക്റ്റാണ് മക്കളെ. ഡബിൾ ഫെർട്ടിലൈസേഷൻ ഇതെല്ലാം കറക്റ്റാണ്. അതിലിപ്പോൾ ആകെ ഒരു കൺഫ്യൂഷൻ ഉള്ളത് എന്ന് ചോദിച്ചാൽ എൻഡോസ്പേം ഡബിൾ ഫെർട്ടിലൈസേഷൻ്റെ പ്രൊഡക്റ്റ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസും പിന്നീട് എൻഡോസ്പേം ഡെവലപ്മെൻ്റ് ഒക്കെ നടക്കുന്നില്ലേ? അപ്പോൾ മക്കളെ 1 തന്നെയല്ലേ കറക്റ്റ് ആൻസർ? അല്ലേ? എല്ലാം കറക്റ്റാണ് മക്കളെ. അടുത്ത് നോക്കുക. ചൂസ് ദ കറക്റ്റ് മാച്ച് വിത്ത് റെസ്പെക്ട് ടു ദ പ്ലോയിഡി ലെവൽ. അവസാനത്തെ ചോദ്യത്തിലേക്കാണ് മക്കളെ. സൈനർജിസ് ട്രിപ്ലോയിഡ് തെറ്റ്. ആൻറ്റിപോഡൽ സെൽസ് ട്രിപ്ലോയിഡ് തെറ്റ്. സിനർജിസ് ആപ്ലോയിഡ്, ആൻറ്റിപോഡൽ സും ആപ്ലോയിഡ്. സെക്കൻഡറി ന്യൂക്ലിയസ് ഡിപ്ലോയിഡ് കറക്റ്റ്. എക്സൽ ഒരിക്കലും ഡിപ്ലോയിഡ് വരില്ല മക്കളെ. അപ്പം മൂന്നാമത്തതല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? മൂന്നാമത്തതല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? അപ്പോൾ ഗംഭീരമായിട്ട് നമ്മൾ 50 ചോദ്യങ്ങൾ അവസാനിപ്പിച്ചു മക്കളെ. 50 ചോദ്യങ്ങളും വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിച്ചോട്ടെ. അപ്പം ഇതിലെല്ലാ ക്വസ്റ്റ്യൻസും ഗംഭീരമായി കറക്റ്റാക്കി ചെയ്ത എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് മക്കളെ. ഓക്കെ, താങ്ക് യു.